ഹായ് ഹലോ വെൽക്കം ടു ന്യൂ ക്ലാസ്. ഓക്കെ, നമ്മുടെ സോഷ്യൽ അവയർനെസ് അതേപോലെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പിക്കിന്റെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. ഓക്കെ, എക്സാമിന് ഷുവർ ആയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കാം. കെമിക്കൽ സ്പിൽ ഇൻ ദ സയൻസ് ലാബ് അല്ലെ, നമ്മൾ സയൻസ് ലാബൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ സയൻസ് ലാബിൽ എന്ത് സ്പിൽ ഉണ്ടായി? കെമിക്കൽ എന്ത് ചെയ്തു? തറയിൽ ഇങ്ങനെ വീണു. ഡ്യൂറിങ് എ കെമിസ്ട്രി പ്രാക്ടിക്കൽ എ ഗ്ലാസ് കണ്ടെയ്നർ ഓഫ് കൊറോസീവ് എന്ന് വെച്ചാൽ കയ്യില് പൊള്ളലൊക്കെ ഏൽക്കാൻ പറ്റുന്ന ആസിഡ് എന്ത് ചെയ്തു? നിലത്ത് വീണു. ആൻഡ് എ സ്റ്റുഡന്റ് ഗെറ്റ് എ സ്മാൾ സ്പ്ലാഷ് ഓൺ ദെയർ ആം. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? കുട്ടിയുടെ കയ്യിലേക്ക് എന്ത് ചെയ്തു? ഒരു കുട്ടിയുടെ കയ്യിലേക്ക് അതിന്റെ എന്ത് ചെയ്തു? ആ ഒരു ആസിഡ് തെറിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ നിങ്ങൾ എന്ത് പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടതെന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയ ഓപ്ഷൻ എ, യൂസ് എ ഡ്രൈ പേപ്പർ ടവൽ ടു വിഗ്രസ്ലി റബ് ദ ആസിഡ് ഓഫ് ദ സ്റ്റുഡൻറ് സ്കിൻ. ഒരു എന്താണ്, ഡ്രൈ പേപ്പറും ഉണ്ട്, ഒരു ടവലും ഉണ്ട്. കുട്ടിയുടെ കയ്യിൽ പറ്റിയ ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുക? തൂത്ത് കളയുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നോക്കാം, മൂവ് ഓൾ അതർ സ്റ്റുഡൻസ് ഔട്ട് ഓഫ് ദ റൂം ഓപ്പൺ വിൻഡോ ഫോർ വെന്റിലേഷൻ അല്ലെ. എല്ലാ കുട്ടികളെയും വെളിയിൽ ഇറക്കിക്കൊണ്ട് ലാബിന്റെ വെളിയിൽ ഇറക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എയർ വെന്റിലേഷന് വേണ്ടി വിൻഡോസ് ഒക്കെ തുറന്നിടണമെന്ന് അല്ലെ. അതും ഒരു നല്ല ഒരു തീരുമാനമാണ് അല്ലെ. ഇത് ഓക്കെയാണ്. ഇനി മൂന്നാമത്തെ, ഫ്ലഷ് ദ അഫക്റ്റഡ് സ്റ്റുഡൻസ് ആം വിത്ത് കൂൾ റണ്ണിങ് വാട്ടർ ഫോർ അറ്റ്ലീസ്റ്റ് 50 to 20 minutes. അപ്പൊ ഇത് അഫക്ട് ചെയ്ത കുട്ടിയുടെ കയ്യിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കഴുകണം എന്നാണ് പറയുന്നത് റണ്ണിങ് വാട്ടറിൽ. അപ്പൊ ഏതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ? ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 2ഉം 3ഉമാണ്. ഒന്നാമത്തെ ചെയ്യാൻ പാടില്ല. എന്താണ് അല്ലെ? ചിലപ്പോ ഇങ്ങനെ ഈ ആസിഡൊക്കെ അല്ലേ, ഈ ഡ്രൈ ക്ലോത്ത് കൊണ്ട് അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് നമ്മളിങ്ങനെ അത് എന്ത് ചെയ്യുമ്പോ റബ്ബ് ചെയ്യുമ്പോ ചിലപ്പോ ആ പേപ്പർ തന്നെ ആ ഒരു ഇഞ്ചുറി ആയ പ്ലേസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിച്ച് ഇങ്ങനെ വീഴും അല്ലേ. എന്നാലും നമ്മൾ വെള്ളം ഒഴിക്കുന്ന അനുസരിച്ച് ആസിഡ് എന്തായി കൊണ്ടിരിക്കുക? ആസിഡിന്റെ വീര്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞത്? 15 to 20 മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ കൈ എന്ത് കഴുകാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഫയർ സേഫ്റ്റി, ഫയറുമായിട്ട് ബന്ധപ്പെട്ട്. എ സ്മാൾ ഫയർ സ്റ്റാർട്ട് ഇൻ ദ സ്കൂൾ ലൈബ്രറി ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് അല്ലെ. സ്കൂളിലെ ലൈബ്രറിയിൽ എന്തുണ്ടായി? ഒരു ഷോർട്ട് സർക്യൂട്ട് കാരണമായി അവിടെ എന്തുണ്ടായി? ഒരു തീപിടുത്തം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മുന്നിൽ ഒരു തീപിടുത്തം ഉണ്ടായി സ്കൂളിലെ ലൈബ്രറിയിൽ. നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യമേ ഇറങ്ങി ഓടി എന്ത് ചെയ്യും? സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോകും. നമ്മൾ ഫസ്റ്റ് നമ്മുടെ സേഫ്റ്റി നോക്കണം അല്ലെ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ സേഫ്റ്റിയോട് കൂടി ബാക്കിയുള്ളവരുടെ സേഫ്റ്റി, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആക്ടിവേറ്റ് ദ ഫയർ അലാറം ആൻഡ് കാൾ എമർജൻസി സർവീസ് അല്ലെ. ഫയർ അലാറം ആക്ടിവേറ്റ് ചെയ്യണം, ശരിയാണ് അല്ലെ. ഇനി 2, ലോക്ക് ദ ലൈബ്രറി ഡോർസ് ടു കണ്ടെയ്ൻ ദ ഫയർ ബിഫോർ ലീവിങ്. അവിടെ നിന്ന് നമ്മൾ പുറത്ത് പോകുന്നതിന് മുൻപായിട്ട് ലൈബ്രറിയുടെ ഡോറൊക്കെ ക്ലോസ് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. തീ പിടിക്കുന്ന ഏരിയയിലെ ഡോറൊന്നും ക്ലോസ് ചെയ്യില്ല അല്ലെ. ഇപ്പം ഫയർ ഫൈറ്റേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി അതൊന്നും ഒരിക്കലും നമ്മൾ അത് ഓഫാക്കാനുള്ള എല്ലാ ആക്സസും നമ്മൾ കൊടുത്തിരിക്കണം അല്ലെ. ലോക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇനി 3rd വൺ, ഇവാക്യുവേറ്റ് സ്റ്റുഡന്റ് ടു ദ പ്രീ ഡിസിഗ്നേറ്റഡ് അസംബ്ലി പോയിന്റ് അല്ലെ. എന്ത് ചെയ്യണം? കുട്ടികളെയൊക്കെ ഒരു മുൻപ് എന്ത് ചെയ്യുന്ന അസംബ്ലി നടക്കുന്ന അല്ലെങ്കിൽ മുൻപ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനുവേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കുട്ടികളെയൊക്കെ ഗ്യാദർ ചെയ്യണമെന്ന് അല്ലേ. കറക്റ്റ് ആണ് അല്ലേ. അതോ തീ പിടിക്കുന്നിടത്തേക്ക് നിങ്ങൾ ഓടിപ്പോണമെന്ന് കുട്ടികളോട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഓപ്ഷൻ 1 and 3 ആണ് കറക്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആണ് അല്ലേ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടല്ലോ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റെക്കോർഡഡ് വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാഫി എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറെ ടൈപ്പ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അതിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ഇതിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, എങ്കിൽ ഇന്ന് വൈൻഡപ്പ് ചെയ്യാലോ. ഓക്കെ, വേറെ അടുത്ത വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഗ്രൂപ്പിൽ സ്റ്റേ ചെയ്യുക. ഓക്കെ, നമ്മുടെ ലൈവ്സിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ആക്കി ഒന്ന് സഹകരിക്കുക. ഓക്കെ, താങ്ക് യു.